In this video, we are focusing on JavaScript DOM style property. Using JavaScript DOM style property, we can manipulate inline CSS in our web page or website. It is easy to implement in our code. ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു പി ടാഗ് എടുത്തിട്ടുണ്ട്. പി ടാഗിന് ഒരു ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഇൻലൈൻ സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, പ്ലെയിൻ ടെക്സ്റ്റ് എക്സാമ്പിൾ. അതേപോലെ ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റ് സ്റ്റൈൽ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻലൈൻ CSS ആക്സസ് ചെയ്യാനും പറ്റും. അതേപോലെ നമുക്ക് ഇൻലൈൻ CSS മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിന്റെ കളർ മാറ്റാം, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ആനിമേഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതേപോലത്തെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. ഇൻലൈൻ CSS യൂസ് ചെയ്യാൻ പറ്റും. ഇൻലൈൻ CSS ആനിമേഷൻ ചെയ്യുന്നത് ടാസ്ക് ആണ്, പക്ഷെ അല്ലാത്ത ചെറിയ രീതിയിൽ ഉള്ള എഫക്റ്റ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആക്സസിങ് സ്റ്റൈല്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഒരു ഇൻലൈൻ സ്റ്റൈലിന്റെ അകത്ത് ഇരിക്കുന്ന പ്രോപ്പർട്ടീസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? അപ്പൊ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യണം? ഈ കളർ എന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ ഫോണ്ട് സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ ആക്സസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ടാഗിനെ നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് കോൺസ്റ്റന്റ് ഒരു വേരിയബിൾ നെയിം പാര ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ആ പി ടാഗിന്റെ ഐ ഡി ഐ തിങ്ക് പാരയാണ് തോന്നുന്നു. യെസ്, ഇറ്റ് ഈസ് പാര. കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഡീബഗ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എൻ്റർ ദ വേരിയബിൾ നെയിം, ഓക്കെ, വിച്ച് ഈസ് ഹൈലൈറ്റഡ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാൻ വേണ്ടി എനിക്കിപ്പോ ഈ ഒരു പി ടാഗിന്റെ കളർ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കൺസോൾ യൂസ് ചെയ്യാം. അതിനു വേണ്ടി ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ്, അതിൻ്റെ അകത്ത് പാര, ഏത് എലമെന്റിന്റെ ആണോ സ്റ്റൈൽ പ്രോപ്പർട്ടി എടുക്കാനുള്ള ആ എലമെന്റ് ഫസ്റ്റ് കൊണ്ടുവരും. ആ എലമെന്റ് എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? നമ്മളാ പാര എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത്. അപ്പൊ വേരിയബിൾ നെയിം ഡോട്ട് വേരിയബിൾ നെയിം ഡോട്ട് സ്റ്റൈൽ, ഇതാണ് ഡോമിലെ സ്റ്റൈൽ പ്രോപ്പർട്ടി. കാരണം സ്റ്റൈൽ കൊടുത്തപ്പോ തന്നെ നമുക്ക് ഇന്ന് കൺസോളിൽ വന്നിട്ടുണ്ട് സ്റ്റൈലിന്റെ ഫുൾ വാല്യൂസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏത് വാല്യൂ എനിക്ക് ആക്സസ് ചെയ്യാനുള്ള? ഇവിടെ രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്, ഒന്ന് കളറും ഫോണ്ട് സൈസും. അപ്പൊ നമുക്ക് കളർ ആക്സസ് ചെയ്യും. ഡോട്ട് ഞാൻ കളർ ടൈപ്പ് ചെയ്ത ഔട്ട്പുട്ടിനകത്ത് റോയൽ ബ്ലൂ, ഞാൻ എന്ത് വാല്യൂ ആണോ ഇൻലൈൻ CSS സെറ്റ് ചെയ്തുള്ളതിന് ആ വാല്യൂ കിട്ടും. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ആക്സസ് ചെയ്യാം. ഇനി സപ്പോസ് എനിക്കിപ്പോ ഫോണ്ട് സൈസിന്റെ വാല്യൂ ആണ് വേണ്ടത്, പിന്നെ ഫോണ്ട് സൈസ് ഒന്ന് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ജാവാസ്ക്രിപ്റ്റ് സ്റ്റൈലിന് ഒരു റൂൾ ഉണ്ട്. അതിലെ പ്രോപ്പർട്ടി നെയിംസ് എല്ലാം ക്യാമൽ കേസ് ആയിരിക്കും. പിന്നെ ആ സ്റ്റൈൽ ഡോട്ട് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ CSS പഠിച്ച പ്രോപ്പർട്ടീസ് തന്നെയാണ്. നമ്മൾ CSS ഒരു എക്സാമ്പിൾ എടുക്കുക, ബാക്ക്ഗ്രൗണ്ട് മൈനസ് കളർ, അതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്ന പ്രോപ്പർട്ടി. അത് ജാവാസ്ക്രിപ്റ്റ് സ്റ്റൈൽ വരാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ആ ഇടയ്ക്കുള്ള മൈനസ് ആണ്. ക്യാമൽ കേസ് എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ചേർത്ത് എഴുതും. ആദ്യത്തെ വേർഡ് ലോവർ കേസ് ആയിരിക്കും. പിന്നെ എക്സ്റ്റേണൽ വേർഡ്സ് ഉണ്ടെങ്കിൽ, അഡീഷണൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെ ആദ്യത്തെ ക്യാരക്ടർ എപ്പോഴും അപ്പർ കേസ് ആയിരിക്കും. അതാണ് ക്യാമൽ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ CSSന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. വ്യത്യാസം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മൈനസ് കാണത്തില്ല. ആദ്യത്തെ വേർഡ് എല്ലാം ലോവർ കേസും, പിന്നെ വരുന്ന വേർഡ്സ് എല്ലാത്തിന്റെ ആദ്യത്തെ ലെറ്റർ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. ഇതാണ് റൂൾ ഓഫ് ക്യാമൽ കേസ്. അതൊന്ന് ഫോക്കസ് ചെയ്യാം. പിന്നെ ഇവിടെ ഫോണ്ട് സൈസ് ആണെങ്കിൽ കിട്ടാനാണെങ്കിൽ ഫോണ്ട് സെക്കൻഡ് ലെറ്ററിലെ ഫസ്റ്റ് ക്യാരക്ടർ ക്യാപിറ്റലും പിന്നെ സൈസ്. നമുക്ക് കൺസോളിൽ നോക്കാം. എനിക്ക് എന്ത് കിട്ടി? 32 px കിട്ടി. അപ്പൊ നമ്മൾ വേരിയബിൾ CSS വാല്യൂ ആക്സസ് ചെയ്യുന്നത് നോക്കി. അതേപോലെ ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ചേഞ്ചിങ് ദ സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്റ്റൈൽ മാറ്റാം, അല്ലെങ്കിൽ ഡിസൈൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിക്കളയാം.
അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക? സിമ്പിൾ ആണ്. ഏത് എലമെന്റിനെയാണോ നമുക്ക് മാറ്റാനുള്ള ആ എലമെന്റ് ഫസ്റ്റ് പാര ഡോട്ട് സ്റ്റൈൽ. എനിക്കിപ്പോ കളറാണ് മാറ്റാനുള്ളതെങ്കിൽ കളർ പ്രോപ്പർട്ടി ഈക്വൽ ടു. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ പേരൊക്കെ കാണാൻ പഠിക്കാൻ പാടാണെങ്കിൽ ഡോട്ട് കൊടുക്കുക, കൺട്രോൾ സ്പേസ് അടിക്കുക. VS കോഡിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ പ്രോപ്പർട്ടിയും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. കളർ ഈക്വൽ ടു. രണ്ടാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റൈൽ പ്രോപ്പർട്ടി വാല്യൂ അസൈൻ ചെയ്യാൻ നേരത്ത് എപ്പോഴും അത് സ്ട്രിങ്ങിൽ വേണം പാസ് ചെയ്യാറ്. ഈ ബന്ധം അത് നമ്പർ ആയാൽ പോലും അത് ഏതിലാണ് പാസ് ചെയ്യാനുള്ളത്? സ്ട്രിങ്ങിലാണ് പാസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് തൽക്കാലം കളർ മാറ്റാം. അവിടെ റെഡ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് കളർ നമുക്ക് റെഡായി. റോയൽ ബ്ലൂ ആയിരുന്നു, ഇപ്പൊ ഏതിലോട്ട് മാറി? റെഡിലോട്ട് മാറി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ഏത് വാല്യൂ CSS പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്റ്റൈൽ പ്രോപ്പർട്ടിക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും അത് എന്ത് ചെയ്യണം? സ്ട്രിങ്ങിലാണ് കൊടുക്കുക. അപ്പൊ അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം? ഫോണ്ട് സൈസ് എടുക്കാം. ഞാൻ കൊടുക്കുകയാണ് പാര ഡോട്ട് സ്റ്റൈല് ഫോണ്ട് സൈസ് ഈക്വൽ ടു 54 px. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് എന്തായിട്ടുണ്ട്? സൈസ് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ഇൻ ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എലമെന്റ് ടാർഗറ്റ് എലമെന്റ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. I give a green color. Okay. So using style property, we can retrieve style value and we can change the target value inline CSS style. Okay. പിന്നീട് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി കൊടുത്തപ്പോൾ എന്റെ എലമെന്റ്സ് എടുത്ത നേരത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻലൈനിലോട്ടാണ് ഇൻഡ്യൂസ് ചെയ്തിരുന്നത്. നമ്മൾ HTML കോഡിനകത്തോടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടാകില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയി. ഈ വന്നോ നോക്ക്, ഇവിടെ റോയൽ ബ്ലൂ, ഇവിടെ റെഡ്, ഇവിടെ ഫോണ്ട് സൈസ് 32, ഇവിടെ 56. അപ്പൊ നമ്മൾ സ്റ്റൈൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ചേഞ്ചസ് നടക്കുന്നത്, കൂടുതലല്ല ഫുൾ ചേഞ്ച് നടക്കുന്നത് ഇൻലൈൻ CSS-ലായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി, ജാവാസ്ക്രിപ്റ്റ് ഡോം സ്റ്റൈൽ പ്രോപ്പർട്ടിയുടെ ഒരേ ഒരു ലിമിറ്റേഷൻ. നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ലെവൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡിവ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 3 ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ ഒരു കാര്യം മിസ് ചെയ്ത് എന്ത് ചെയ്യാം? ഈ ഓരോ ബട്ടനും ഓരോ കളർ റെഡ് ഗ്രീൻ ബ്ലൂ കൂടി കൊടുക്കാം. ഞാൻ CSS യൂസ് ചെയ്തിട്ട് 3 ബട്ടന് 3 കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ റെഡ് ബട്ടണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനൊക്കെ തന്നെ ഗ്രീനിൽ കൊണ്ട് പ്രസ് ചെയ്യാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആണ്, ബ്ലൂ ആണ്. ഡൈനാമിക് ആയിട്ട് എന്ത് ചെയ്യണം? കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന്റെ കളറാണ് മാറാനുള്ളത്. അപ്പൊ നമുക്ക് ആരെ സെലക്ട് ചെയ്യണം? ബോഡി ടാഗിനെ സെലക്ട് ചെയ്യണം. രണ്ട് രീതിക്ക് സെലക്ട് ചെയ്യാം. ഒരു യൂണീക്ക് ആയിട്ടുള്ള നെയിം കൊടുത്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടാഗ് ബൈ നെയിം വെച്ചിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വേണ്ടത് 3 ബട്ടണുമാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ബോഡി സെലക്ട് ചെയ്യാം. കോൺസ്റ്റന്റ് ബോഡി എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ടാഗ്. ടാഗ് നെയിമിന്റെ അകത്ത് ഞാൻ കൊടുക്കുന്നു ബോഡി. ഒരു HTML അകത്ത് ഒരു ബോഡി മാത്രമേ എടുത്തുള്ളൂ. നമുക്ക് ബോഡി ഒന്ന് എക്സിക്യൂട്ട് ചെയ്താൽ ബോഡി. ഓക്കെ, ഇതിപ്പോ അറയിലാണ് ഇരിക്കുന്നത്. അറേ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അറയുടെ ആദ്യത്തെ പൊസിഷനിലാണ് ബോഡി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വില എടുക്കാൻ വേണ്ടി 0 കൊടുക്കുക. ഇനി ബോഡി കൊടുത്തു കഴിഞ്ഞാൽ ബോഡി മൊത്തത്തിൽ സെലക്ട് ആവും. കാരണം ഇത്ര എലമെന്റ് ഇപ്പൊ ബോഡിയിലുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 ബട്ടന് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് BT എന്നൊക്കെ തൽക്കാലം കൊടുക്കാം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. ഒരു ID നെയിം കോപ്പി പേസ്റ്റ് ചെയ്യാം. റെഡ്. ഓക്കെ, ഇത് വന്നിട്ട് ഗ്രീൻ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ബ്ലൂ കളർ കോപ്പി ചെയ്യുക, then paste here. Also change their name here.
അതേപോലെ ഗ്രീൻ BTN, ബ്ലൂ BTN. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഓരോ ഈവന്റ് ട്രിഗർ ചെയ്യിപ്പിക്കാം. ഇപ്പൊ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആഡ് ഈവന്റ് ലിസ്ണേഴ്സ് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി റെഡ് ബട്ടൺ ഡോട്ട് ആഡ് ഈവന്റ് ലിസ്ണർ എപ്പോഴാണ് എനിക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള? ക്ലിക്ക് ചെയ്യുമ്പോൾ. ഞാൻ ഇപ്പോൾ ഒരു അനോണിമസ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഫംഗ്ഷൻ പാരാമീറ്റർ ഒന്നുമില്ല. കർലി ബ്രേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? കോഡ് എഴുതാം. എന്ത് കോഡാണ് എഴുതാനുള്ളത്? ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറാനുള്ളത്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എലമെന്റ് സെലക്ട് ചെയ്യണം. നമ്മുടെ എലമെന്റ് ഏതാണ്? ബോഡി ഡോട്ട് സ്റ്റൈല് ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു സ്ട്രിങ്ങിന്റെ അകത്താണ് എപ്പോഴും വാല്യൂ പാസ് ചെയ്യാനുള്ള. ക്രിംസൺ യെസ്, ഒരിക്കലും മാറത്തില്ല. പക്ഷെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മാറിയതാണ്. ഓക്കെ. ഇതേപോലെ എന്ത് ചെയ്യണം? ബാക്കി ചെയ്യണം. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അടുത്ത ഗ്രീൻ ബട്ടൺ, പിന്നുള്ളത് ബ്ലൂ ബട്ടൺ. ഇവിടെ വന്നിട്ട് ഗ്രീൻ എന്ന് പാസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ബ്ലൂ. ഓക്കെ. നമുക്ക് ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇത് ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ആവുന്നതെന്ന് നോക്കാം. റെഡായി, ഗ്രീനായി, ബ്ലൂ ആയി. ഓക്കെ. ഒരു ഗുമ്മിന് വേണ്ടി എന്ത് ചെയ്യണം? ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതിന്റെ ടെക്സ്റ്റ് കളർ വൈറ്റിലോട്ട് മാറ്റാം. ടെക്സ്റ്റ് വൈറ്റിലോട്ട് മാറ്റണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സെലക്ട് ചെയ്യണം. എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ID ഹെഡിങ് ഹെഡിങ് കോപ്പി ചെയ്യുക. ഇതിന്റെ ഒരു കോപ്പി എടുക്കുക, ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഹെഡിങ് ആക്കി പ്രസ് ചെയ്തിട്ട് ഈ 3 സ്ഥലത്തിന്റെ എൻഡിക്കൊണ്ട് ക്ലിക്ക് ചെയ്യുക, എന്റർ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഹെഡിങ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് അല്ല കളർ ഈക്വൽ ടു സ്ട്രിങ്ങിന്റെ അകത്ത് വൈറ്റ്. ഇനി ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ട് കറസ്പോണ്ടിങ് ബട്ടൺ കളറിലോട്ട് മാറും. ഈ ബ്ലാക്ക് എന്താവും? ടെക്സ്റ്റ് കളർ ബ്ലാക്ക് വൈറ്റിലോട്ട് മാറി. ഇനി ഗ്രീൻ വെക്കുമ്പോൾ ടെക്സ്റ്റിന്റെ കളർ യെല്ലോയിലാക്കണമെങ്കിൽ യെല്ലോ. ബ്ലൂ വെക്കാൻ നേരത്ത് ഏത് കളർ കൊടുക്കാം? ബ്ലൂ. അങ്ങനത്തെ വാല്യൂ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചെറിയൊരു എക്സാമ്പിൾ ആണ്, ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡാർക്ക് മോഡ് ലൈറ്റ് മോഡിലും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് കളിക്കാം. അപ്പൊ ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻലൈൻ CS ആണ്. അത് എലമെന്റ് എടുത്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യണം. അപ്പൊ ഈ ബോഡിയുടെ കേസ് നോക്ക്. ഇപ്പൊ ബോഡിക്കകത്ത് ഒരു ഇൻലൈൻ CS ഇൻജക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻജക്ട് ആവും. സ്റ്റൈല് ബാക്ക്ഗ്രൗണ്ട് കളർ അതേപോലെ കൾച്ചറൽ ഈ ഗ്രീൻ കളർ വെക്കാൻ നേരത്ത് വാല്യൂസ് മാറും. ഇത്രയേ ഉള്ളൂ. ചെയ്തു നോക്കുക. ഹാവ് എ നൈസ് ഡേ.